നമ്മൾ മൈക്രോപ്രോസസർ ലെക്ചർ സീരീസിലെ നെക്സ്റ്റ് ലെസൺ ആണ് ഇത്. പ്രീവിയസ് ക്ലാസ്സിൽ എന്തായിരുന്നു, ടൈം ഡിലേ യൂസിങ് രജിസ്റ്റർ ആണ് പഠിച്ചത്. ആ ക്ലാസ് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇതിലേക്ക് വരിക. നമ്മൾ ഓൾറെഡി പ്രീവിയസ് കുറേ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് വരിക കേട്ടോ. കാരണം ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ടൈം ഡിലേ യൂസിങ് രജിസ്റ്റർ പഠിച്ചു. ഇനി അടുത്തത് ടൈം ഡിലേ യൂസിങ് രജിസ്റ്റർ പെയർ ആണ്. രജിസ്റ്റർ പെയർ യൂസ് ചെയ്ത് എങ്ങനെ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാന്ന്. അപ്പൊ ടൈം ഡിലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രജിസ്റ്റർ, നമ്മൾ എന്താ പറഞ്ഞ രജിസ്റ്ററിലേക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു, അതിനെ ഡിക്രിമെന്റ് ചെയ്യുന്നു, അത് 0 ആകുന്നവരെ ലൂപ്പിലിടുന്നു. അപ്പൊ ഇവിടെ ഒരു രജിസ്റ്ററിന് പകരം രജിസ്റ്റർ പെയറിലേക്കാണ്. രജിസ്റ്റർ പെയർ ആകുമ്പോൾ നമുക്ക് എത്ര നമ്പർ സേവ് ചെയ്യാം, 16 ബിറ്റ് നമ്പർ. അപ്പൊ നമ്മൾ നേരത്തെ 8 ബിറ്റ് നമ്പർ ആണ് പ്രീവിയസ് എക്സാമ്പിൾ കൊടുത്തത്. പക്ഷെ ഇവിടെ എന്താണ് 16 ബിറ്റ് നമ്പർ കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടി അത്രയും ആ 16 ബിറ്റ് നമ്പർ ഡിക്രിമെന്റ് ചെയ്ത് 0 ആവുന്ന സമയം എടുക്കും. അപ്പൊ കുറച്ചുകൂടി ടൈം ഡിലേ, ലാർജ് ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാം. അപ്പൊ കമ്പയർഡ് ടു പ്രീവിയസ് എക്സാമ്പിൾ ഇതിൽ കുറച്ചുകൂടി ലാർജ് ഡിലേ ജനറേറ്റ് ചെയ്യാം ബൈ യൂസിങ് രജിസ്റ്റർ പെയർ. കാരണം എന്താണ്, അവിടെ നമ്മളൊരു സിംഗിൾ രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുക. ആ സിംഗിൾ രജിസ്റ്ററിൽ 8 ബിറ്റേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ രജിസ്റ്റർ പെയർ ആണ് യൂസ് ചെയ്യുക. രജിസ്റ്റർ പെയർ യൂസ് ചെയ്യുമ്പോൾ 16 ബിറ്റ് നമ്പർ അതിൽ സേവ് ചെയ്യാം. ബട്ട് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണ ഡിക്രിമെന്റ് ഒരു സീന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, കൗണ്ടർ ഡിക്രിമെന്റ് ആവും. ഡിക്രിമെന്റ് ആയിട്ട് അത് 0 ആണെന്ന് ചെക്ക് ചെയ്യും. 0 ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, അവർ 0 ഫ്ലാഗ് ആണ് നോക്കുക. നോൺ 0 ആണെങ്കിൽ മാത്രം വീണ്ടും ഡിക്രിമെന്റ് ചെയ്യും. 0 ആണെങ്കിൽ നെക്സ്റ്റിലേക്ക് പോകും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ്, ഒരു കൗണ്ടറിനെ ഒരു രജിസ്റ്റർ കണ്ടന്റിനെ ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 0 ഫ്ലാഗ് സെറ്റ് ആവുന്നുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ 16 ബിറ്റ് നമ്പർ ആണ്. ഒരു രജിസ്റ്റർ കണ്ടന്റ് ഡിക്രിമെന്റ് ചെയ്യണമെങ്കിൽ DCR അല്ല യൂസ് ചെയ്യുക, DCX ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു HL രജിസ്റ്റർ പെയറിലായിട്ട് 2053 എന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡിക്രിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രജിസ്റ്റർ കണ്ടന്റ് അല്ലേ, ഇപ്പൊ നമ്മൾ ഡിക്രിമെന്റ് H എന്ന് കൊടുത്തു, DCR H എന്ന് കൊടുത്താൽ ഈ H മാത്രമേ ഡിക്രിമെന്റ് ആവുള്ളൂ. അപ്പൊ 2153 എന്നാണ് ആവുക. നമുക്ക് അങ്ങനെയല്ലോ ആവേണ്ടത്. നമുക്ക് 2053 ഡിക്രിമെന്റ് ചെയ്ത് 2052 ആവുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കംപ്ലീറ്റ് 16 ബിറ്റ് നമ്പർ ഒരു 1 ടൈം ഡിക്രിമെന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് DCX. ഓക്കെ, DCX H എന്ന് കൊടുത്തു കഴിഞ്ഞാൽ HL രജിസ്റ്റർ പെയറിലുള്ള ഡേറ്റ 1 ഡിക്രിമെന്റ് ആവും. അപ്പൊ ഇവിടെ നമ്മൾ DCX ആണ് യൂസ് ചെയ്യേണ്ടത്. അതാണ് അടുത്ത ഡിഫറൻസ്. പക്ഷെ DCX യൂസ് ചെയ്യുമ്പോൾ അത് 0 ഫ്ലാഗിനെ സെറ്റ് ചെയ്യില്ല. എല്ലാ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലാഗ് സെറ്റ് ചെയ്യില്ല. നോർമലി എല്ലാ അരിത്തമെറ്റിക് ലോജിക് ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാ ഫ്ലാഗും എഫക്ട് ചെയ്യാറുണ്ട്. എല്ലാ ഫ്ലാഗും ഓട്ടോമാറ്റിക്കലി സെറ്റ് അല്ലെങ്കിൽ റീസെറ്റ് ആവാറുണ്ട്, റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത്. ബട്ട് DCXന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. DCX എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 0 ഫ്ലാഗ് സെറ്റ് ആവില്ല. 0 ഫ്ലാഗ് സെറ്റും പിന്നെ റീസെറ്റും ഒന്നും ആയില്ലെങ്കിൽ നമുക്ക് ജമ്പ് ഇൻസ്ട്രക്ഷനിൽ ആ കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മൾ ആ 0 ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു എക്സ്ട്രാ ടെക്നിക്കും കൂടെ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ എക്സ്ട്രാ പഠിക്കാനുള്ളത്. ഇവിടെ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ബിയിലേക്ക് ഒരു ഡിലേ വാല്യൂ കൊടുക്കുക. ഡിലേ എത്രയാണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് LXI ബി രജിസ്റ്റർ പെയർ ആണ്, BC ആണ്. BC ആണെങ്കിൽ 2384 നമുക്ക് 16 ബിറ്റ് നമ്പർ സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം വേണ്ടത് ഒരു രജിസ്റ്റർ പെയറിലേക്ക് ഒരു നമ്പർ സേവ് ചെയ്യാനാണ് വേണ്ടത്. രജിസ്റ്റർ പെയറിലേക്ക് നമ്പർ സേവ് ചെയ്യാൻ നമുക്കറിയാം ഇൻസ്ട്രക്ഷൻ LXI B എന്ന് കൊടുത്താൽ മതി. LXI B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, LXI B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയിലേക്കും സിയിലേക്കും ആയിട്ട് ഇമ്മീഡിയറ്റ് ഡേറ്റ, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ എന്താണോ അത് സേവ് ആവും. അപ്പൊ 2384 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിയിലേക്ക് 23ഉം സിയിലേക്ക് 84ഉം സേവ് ആവും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാൽ അതിനെ ഡിക്രിമെന്റ് ചെയ്യണം. ഡിക്രിമെന്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതിനെ DCX ഒരു 16 ബിറ്റ് ഡേറ്റ ഡിക്രിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യേണ്ടത്, DCX എന്നാണ്. DCX എന്ന് കൊടുക്കുമ്പോൾ 2384 എന്താവും, 2383 ആവും. ഓക്കെ, അപ്പൊ DCX B ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ നേരത്തെ ജസ്റ്റ് നോൺ 0 എന്നങ്ങ് ചെക്ക് ചെയ്താൽ മതിയായിരുന്നു പ്രീവിയസ് എക്സാമ്പിളിൽ. പക്ഷെ ഇവിടെ ഈ DCX നടക്കുമ്പോൾ 0 ഫ്ലാഗ് സെറ്റ് ആവില്ല. 0 ഫ്ലാഗ് സെറ്റ് ആകാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ 2 കാര്യം ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ബിയിലുള്ള ഡേറ്റ 0 ആണെന്ന് നോക്കണം. ബിയിൽ ഇപ്പോ 2383 ആണ്. ഇത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ 2 ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യണം. അത് നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത്, ഇതിപ്പോ ഈ ഡേറ്റ ബിയിലും 23 ബിയിലും 83 സിയിലും ആണുള്ളത്. അപ്പൊ ഇത് 0 ആകണമെങ്കിൽ എന്തായിരിക്കും, ബിയും 0 ആയിരിക്കണം, ഇതും 0 ആയിരിക്കണം. ഓക്കെ, നമ്മളിവിടെ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നതാണ് ബിയിലെയും സിയിലെയും ഡേറ്റ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്യാൻ മീൻസ് നമുക്ക് ബിയിലുള്ള ഡേറ്റയും സിയിലുള്ള ഡേറ്റയും 2 0 ആണെന്നറിയാൻ ഓർ ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ പോരെ. ഇത് ഓർ ഇത് ഓർ ലോജിക്കൽ ഫംഗ്ഷൻ ഇല്ലേ. അപ്പൊ 0 0
0 അതിന് ഓർ ചെയ്താൽ എന്തായിരിക്കും 0 എന്നല്ല കിട്ടുക. അപ്പൊ ബിയിലെയും സിയിലെയും കണ്ടന്റ് നമ്മൾ ഓർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2 0 ആണെന്ന്. ഇതിന്റെ റിസൾട്ട് ഓർ ചെയ്യുമ്പോൾ 0 കിട്ടിക്കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ബിയിലും സിയിലും 0 ആണ്. ദാറ്റ് മീൻസ് എന്താണ്? നമ്മൾ ഈ 2 3 8 4 ഡിക്രിമെന്റ് ചെയ്ത് 0 എത്തിയെന്നാണ്. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നതാണ് ഈ ഓപ്പറേഷൻ. അതിന് ആദ്യം എന്ത് ചെയ്യണം? സിയിലുള്ള ഡേറ്റ നമുക്ക് രണ്ട് സ്ഥലത്താക്കണ്ടേ? സിയിലുള്ള കണ്ടന്റിനെ എയിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എക്സാമ്പിളിൽ സിയിലുള്ള കണ്ടന്റ് എന്താണ്? അപ്പൊ നമുക്ക് 2 3 8 4 2 3 8 3 ആണ് ആയത് അല്ലെ? 2 3 8 3 ആയി. ഇത് ബിയിലും ഇത് സിയിലും ആണുള്ളത്. ഈ സിയിലുള്ള കണ്ടന്റിനെ എയിലേക്ക് മാറ്റുക. അപ്പൊ എയിലാണ് 8 3. ദെൻ ഇപ്പൊ ബിയിൽ ഇതുണ്ട്. അപ്പൊ എയിൽ ഒരു ഡേറ്റയും ബിയിൽ ഒരു ഡേറ്റയും ഉണ്ട്. നമ്മൾ ഓർ ഫംഗ്ഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ല, അരിത്തമെറ്റിക് ലോജിക്കൽ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു കണ്ടന്റ് അക്യുമുലേറ്ററിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് നേരെ എയിലേക്ക് മാറ്റിയത്. ഇനി ഓർ എന്ന് കൊടുക്കുക. ഓർ എന്ന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് സംഭവിക്കുക? എയിലുള്ള കണ്ടന്റും ബിയിലുള്ള കണ്ടന്റും കൂടെ എന്താവും? ഓർ ചെയ്യും, ലോജിക്കൽ ഓർ ചെയ്യും. എന്നിട്ട് 0 ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ പോരെ? ഓർ ചെയ്യുമ്പോൾ എന്തായാലും 0 ഫ്ലാഗ് സെറ്റ് ആവും. അപ്പൊ നമുക്ക് അത് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ എന്താണ്? സിയിലുള്ള കണ്ടന്റ് എയിലേക്ക് മൂവ് ചെയ്യുക. മൂവ് എ കോമ സി. ദെൻ OR A B. അതിന്റെ മീനിങ് എന്താണ്? OR എന്ന് വെച്ചാൽ എന്താണ്? ഓർ ഫംഗ്ഷൻ ആണ്. അത് എന്തുമായിട്ടാണ് കമ്പയർ ഓർ ചെയ്യുന്നത്? ബിയിലെ കണ്ടന്റുമായിട്ടാണ്. സോ എയിലെ കണ്ടന്റും ബിയിലെ കണ്ടന്റും കൂടെ ഓർ ഫംഗ്ഷൻ ചെയ്യും. ഓർ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ നോൺ 0 വാല്യൂ ആണ് വരുന്നതെങ്കിൽ, 0 അല്ല വരുന്നതെങ്കിൽ എന്തായിരിക്കും? ജംപ്. നോൺ 0 ആണെങ്കിൽ ജംപ് ടു ലൂപ്പ്. ലൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഡിക്രിമെന്റ് ബി ആണ്. വീണ്ടും ഡിക്രിമെന്റ് ആവും. സോ ഇവിടെ 2 3 8 4 ആണ്. ഇവിടെ ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ 2 3 8 3 ആയി. 2 3 8 3 ഈ ലോവർ ബൈറ്റിൽ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്തു. എന്നിട്ട് ഈ 2 3 8 3 കൂടെ എന്ത് ചെയ്തു? ഓർ ചെയ്ത് നോക്കി. ഓർ ചെയ്ത് നോക്കുമ്പോൾ 0 ആണെങ്കിൽ, നമുക്കിവിടെ എന്തായാലും 0 അല്ല, നോൺ 0 വാല്യൂ ആണ്. നോൺ 0 ആണെങ്കിൽ ജംപ് ടു ലൂപ്പ്. വീണ്ടും ഇത് ഡിക്രിമെന്റ് ചെയ്യും. അപ്പൊ 2 3 8 2 ആവും. വീണ്ടും അതിനെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്ത് പോകും. ഏറ്റവും ലാസ്റ്റ് ഒരു ഡിക്രിമെന്റ് ചെയ്ത് ഇത് 0 0 0 0 എന്നുള്ളൊരു കേസ് വരുമ്പോൾ 0യും 0യും കൂടെ ഓർ ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുക. 0 കിട്ടുമ്പോൾ എന്താണ്? നോൺ 0 എന്നുള്ളൊരു കണ്ടീഷൻ അല്ല. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഈ DCX ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 0 ആവുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ബിയിലെ കണ്ടന്റ് 0 ആയോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരുന്നത്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ ആകുന്നിട്ട് ഒന്നുകൂടെ കാണുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഡിലേ ഇക്വേഷനിലേക്ക് വരിക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് വരിക കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഡിലേ എത്രയായി നോക്കണം. ഡിലേ ആവാൻ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ലൂപ്പിലുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? T ഇൻറ്റു അവിടെ എത്ര ടോട്ടലി എത്ര T സ്റ്റേറ്റ് ആയി, എത്ര നമ്പർ ഓഫ് ക്ലോക്ക് പൾസ് വേണം, ഇൻറ്റു ഇവിടെ നമ്മൾ കൊടുത്ത ഡിലേ വാല്യൂ എത്രയാണോ അത് ഡെസിമലി കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ T സ്റ്റേറ്റ് എന്താണ്? ഈ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ LXI ഇംപ്ലിമെന്റ് ആവാൻ 10 ക്ലോക്ക് പൾസ് വേണം. DCXന് 6, മൂവ് A കോമ Cക്ക് 4, ഓറിന് 4. പിന്നെ ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10 അല്ലെങ്കിൽ 7. ലൂപ്പിലേക്ക് പോവുകയാണെങ്കിൽ 10, ലൂപ്പിലേക്കല്ല അടുത്തയിലേക്ക് പോവുകയാണെങ്കിൽ 7 മതി. ഓക്കെ, പക്ഷെ നമ്മൾ 10 ആണ് ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എക്സാമ്പിളിൽ. ഓക്കെ, അപ്പൊ ടൈം നമ്മളിപ്പോ ലൂപ്പിൽ ഇങ്ങനെ ഒരു ഈ 2 3 8 4 എന്നുള്ളൊരു വാല്യൂ കൊടുത്താൽ ഇവിടെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ഡിലേ ജനറേറ്റ് ആവുമെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ടൈം പീരീഡ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ എക്സാമ്പിൾ നോക്കാം. നമ്മുടെ 2 മെഗാഹെർട്സ് ആണ് ക്ലോക്ക് ഫ്രീക്വൻസി എങ്കിൽ ക്ലോക്ക് പൾസ് എത്രയായിരിക്കും? 0.5 മൈക്രോ സെക്കൻഡ്സ് ആയിരിക്കും. 0.5 മൈക്രോ സെക്കൻഡ്സ് ആണെങ്കിൽ 0.5 ഇൻറ്റു 10⁻⁶ എഴുതാട്ടോ. ഞാൻ കൺവേർട്ട് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. 0.5 ഇൻറ്റു 10⁻⁶ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. 0.5 ഇൻറ്റു 10⁻⁶ ആണ് 0.5 മൈക്രോ സെക്കൻഡ് ഇൻറ്റു T സ്റ്റേറ്റ്. എത്ര സ്റ്റേറ്റ് ആവുന്നുണ്ട്? അപ്പൊ നമ്മൾ ഈ ലൂപ്പിന്റെ അകത്തുള്ള മാത്രമാണ് നോക്കുക. ഇത്രയും എത്ര ഡിലേ ആവുന്നുണ്ടെന്നാണ് നോക്കുന്നത്. ഇത് കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ലൂപ്പിൽ എത്ര ആകുന്നുണ്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്രയായി? 6 + 4 + 4 + 10 എത്രയാണ്? 24. 24 ക്ലോക്ക് പൾസ് വേണം ടോട്ടലി. ഇൻറ്റു n എത്ര കൊടുത്തത്? വാല്യൂ കൊടുത്തത് 2 3 8 4 ആണ്. അതിനെ ഡെസിമലി കൺവേർട്ട് ചെയ്താൽ 9092 എന്ന് കിട്ടും. അതിനെ 9092 എന്നാക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 109.124 മൈക്രോ സെക്കൻഡ്സ് എന്നാണ്. അതിനെ മില്ലി സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 109 മില്ലി സെക്കൻഡ്സ്. അപ്പൊ ഇവിടെ നമ്മൾ 2 3 8 4 എന്നുള്ളൊരു വാല്യൂ കൊടുത്തിട്ട് ഈ ഡിലേ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എത്ര ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റും? 109 മില്ലി സെക്കൻഡ് ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരു രജിസ്റ്റർ ആയിരുന്നപ്പോൾ എത്രയാണ്? 1.8 മില്ലി സെക്കൻഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ 109 ആയി. അപ്പൊ ഇതാണ് ഡിലേക്കുള്ള അടുത്തൊരു പ്രോഗ്രാം. അപ്പൊ ഈ പ്രോഗ്രാമുകളൊക്കെ ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ആട്ടോ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ വേറൊരു പ്രോഗ്രാം കണ്ടെന്നിരിക്കാം. ഞാനൊരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രോഗ്രാമുകളൊക്കെ നമുക്ക് പല ടൈപ്പിൽ എഴുതാൻ പറ്റും. ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് ഓരോ പ്രോഗ്രാം ഓരോ ടൈപ്പിലായിരിക്കും എഴുതുക.
അപ്പം ഞാനിത് റെഫർ ചെയ്തതെന്ന് വെച്ചാൽ ഗാവങ്കർ ടെക്സ്റ്റിലുള്ള ഒരു മെയിൻ ടെക്സ്റ്റ് നമ്മൾ എപ്പോഴും റെഫർ ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റാണ് 8085 ഗാവങ്കർ. അപ്പം അതിലുള്ളൊരു പ്രോഗ്രാമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി വേറൊരു പ്രോഗ്രാം കിട്ടിയാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. വേറൊരു പ്രോഗ്രാം ഉണ്ടല്ലോ, ഇതിലും സിമ്പിളായിട്ട് വേറെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാം. ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ചെയ്യുന്ന എന്താണ്, രജിസ്റ്ററിലേക്ക് ഒരു വാല്യൂ കൊടുക്കുന്നു, അതിനെ ഡിക്രിമെന്റ് ചെയ്തിട്ട് ലൂപ്പിലിടുന്നു. അപ്പോൾ ഇങ്ങനെ ഡിക്രിമെന്റ് ചെയ്ത് 0 ആകുമ്പോഴത്തേക്ക് വരെ ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ തന്നെ ഇങ്ങനെ സ്റ്റേ ചെയ്യും. എന്നിട്ടേ അടുത്തൊരു ഫംഗ്ഷനിലേക്ക് പോകുള്ളൂ. അപ്പൊ അത്രയും ഡിലേ ജനറേറ്റ് ആവും. അപ്പൊ എത്ര ഡിലേ നമുക്ക് വേണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യാം, വാല്യൂ സെലക്ട് ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ വെച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് 9092 കൊടുത്തപ്പോൾ 109 ആണ്. ഇനി നമുക്ക് വേറൊരു പെർട്ടിക്കുലർ മില്ലി സെക്കൻഡ്, ഇപ്പൊ നമുക്ക് വേറൊരു വാല്യൂ മില്ലി സെക്കൻഡ് ആണ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ എന്താണോ അത് രജിസ്റ്ററിൽ സേവ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു നമ്മുടെ കണ്ടീഷണൽ ജമ്പ് തന്നെ കണ്ടീഷണൽ ജമ്പും ഉണ്ട്, അൺകണ്ടീഷണൽ ജമ്പും ഉണ്ട്. അൺകണ്ടീഷണൽ ജമ്പ് എന്ന് വെച്ചാൽ JMP ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നേരെ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് അങ്ങ് ജമ്പ് ആവുന്നു, വേറൊന്നുമില്ല. കണ്ടീഷണൽ ജമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയുടെ കൂടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ടാവും. ഒന്നുകിൽ ക്യാരി എന്നായിരിക്കും, അല്ലെങ്കിൽ നോ ക്യാരി എന്നായിരിക്കും, അല്ലെങ്കിൽ 0 എന്നായിരിക്കും, അല്ലെങ്കിൽ നോൺ 0 എന്നായിരിക്കും. അപ്പൊ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ജമ്പ് ചെയ്യുള്ളൂ. അതാണിത്. അപ്പൊ ഇത് നമ്മൾ ആ ഡിസിഷൻ ബോക്സ് ഇല്ലേ, അതുപോലെ ഇപ്പൊ ഡിസിഷൻ ബോക്സിൽ ഒരു കണ്ടീഷൻ സീറോ ഫ്ലാഗ് സെറ്റ് ആണെങ്കിൽ, 0 ആണെങ്കിൽ, ഇത് യെസ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുക, നോ ആണെങ്കിൽ നെക്സ്റ്റിലേക്ക് പോവുക. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ കണ്ടീഷണൽ ജമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് 0 ആണെങ്കിൽ, ദാറ്റ് ഈസ് JZ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യാന്നാണ്. ഇവിടെ നമുക്ക് എന്താണ്, നോൺ 0 ആണെങ്കിലാണ് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് JNZ കൊടുത്തത്. ഇനി 0 ആണെങ്കിലാണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ JZ എന്നായിരിക്കും. ക്യാരി ആകുമ്പോഴാണ് ലൂപ്പിൽ പോകേണ്ടതെങ്കിൽ JC എന്നായിരിക്കും. നോ ക്യാരി ആണെങ്കിൽ JNC എന്നായിരിക്കും. അപ്പൊ എന്ത് കണ്ടീഷൻ ആവുമ്പോഴാണോ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് ഇത് ജമ്പ് ചെയ്യേണ്ടത്, ആ കണ്ടീഷനാണ് ഇവിടെ കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ JZ ആണെങ്കിൽ 0 ആവുമ്പോഴാണ് ലൂപ്പിലേക്ക് പോകുന്നത്, JNZ ആണെങ്കിൽ നോൺ 0 ആണെങ്കിലാണ് ലൂപ്പിലേക്ക് പോവുക, JC ആണെങ്കിൽ ക്യാരി ഉള്ളപ്പോഴാണ് പോവുക. ഇങ്ങനെ ഓരോ കണ്ടീഷൻ കൊടുക്കും. അപ്പൊ ഇതിന് തൊട്ട് പ്രീവിയസ് ഒരു ഓപ്പറേഷൻ നടന്നപ്പോൾ ക്യാരി നമ്മുടെ ഫ്ലാഗ് എന്ത് സെറ്റായോ ആ ഫ്ലാഗിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇത് ജമ്പ് ചെയ്യുക. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഒരു ടെക്നിക്കും കൂടെ ടൈം ഡിലേയുടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.